നോമ്പിന്റെ ആത്മീയതയും സാമൂഹിക ജീവിതവും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന പൊന്നാനിയുടെ നോമ്പോർമ്മകൾ ഇത് നമ്മോട് പങ്കുവെക്കുന്നത് ഇമ്പിച്ചിക്കോയ തങ്ങളും KV നദീറും ചേർന്നാണ്. നദീറേ, നമ്മൾ ഈ ഇവിടുത്തെ നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, തൗതാരം പൊന്നാനി. ആ കൂട്ടായ്മയുടെ പേരിൽ നമ്മളൊരു പുസ്തകം ഇറക്കി. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടൊരു പുസ്തകം, എല്ലാവർക്കും അറിയാം, നവൈത്തു പൊന്നാനിയുടെ നോമ്പോർമ്മകൾ എന്നുള്ളത്. ഏതാണ്ട് 130ഓളം പേജ് വരുന്ന ആ പുസ്തകത്തിൽ മുഴുവൻ ഒരു 56ഓളം ലേഖനങ്ങൾ പൊന്നാനിയുടെ നോമ്പിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഇരിക്കുമ്പോൾ ആളുകളൊക്കെ ചോദിച്ചിരുന്നു, പൊന്നാനിക്ക് എന്താണ് ഇത്ര അധികം പറയാൻ, അല്ലെ എന്താ ഉള്ളത്, നിങ്ങൾ ഈ പഴയ കാലം ഇങ്ങനെ തല്ലിലേറ്റ് അടക്കുന്ന ഒരു തരം മൂഢസ്വർഗത്തിൽ ഉള്ള ആളുകളാണെന്നുള്ള വിമർശനമൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഈ ആളുകൾക്ക് മുമ്പിൽ ഈ പുസ്തകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പൊന്നാനിയുടെ നോമ്പ് കാലത്തെ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് മുന്നിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ശരിക്കും ഭയങ്കര ഒരു അതിശയമാണ് ശരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ എന്ന നിലക്ക് ചിലപ്പോൾ അതിലൊരു കൗതുകം തോന്നിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇത് വായിച്ച ആളുകൾ വലിയ അത്ഭുതത്തോടു കൂടിയിട്ട് കൗതുകത്തോടു കൂടി കാണണം. ഒരു പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാസക്കാലത്തെ സവിശേഷതയെ സംബന്ധിച്ച് ഇത്ര ഒരു ബൃഹത്തായൊരു പുസ്തകം, അപ്പോൾ ഇത്ര അധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാട് എന്ന ഒരു വലിയ കൗതുകം ഇപ്പം നമുക്ക് പുറത്തുള്ള സമൂഹത്തിന് മുമ്പിൽ നിലനിൽക്കണം. മാത്രമല്ല ഇപ്പോൾ ഈ തലമുറ ഒരു പക്ഷേ നമ്മുടെ ഉൾക്കൊള്ളുന്ന ഈ തലമുറയ്ക്ക് അതൊരു അത്ഭുതമായി തോന്നിയിട്ടില്ലെങ്കിലും വരും തലമുറ ഇതിനെ ഒരു വലിയൊരു അതിശയമായിട്ടൊരു നെഞ്ചേറ്റും. മാത്രമല്ല അനവധിയായി ഇപ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് കുറേ സംഗതികൾ ഇനി അതിൽ ചേർക്കാനുണ്ട്. ഇപ്പോൾ വളരെ എന്താ പറയുക, നമുക്ക് ലഭ്യമാകുന്നതും ഏറ്റവും സവിശേഷമായതുമായ കുറേ വൈവിധ്യങ്ങളെ മാത്രമാണ് അതിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനി അങ്ങനെ ഈ വൈവിധ്യങ്ങളെ കൊണ്ട് നടക്കുന്നതിലും അതിനെങ്ങനെ തലമുറക്ക് കൈമാറുന്നതിലും പിന്തുടരുന്നതിലൊക്കെ കാണിക്കുന്ന ഒരു സവിശേഷമായ സംഗതി ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മുത്തായക്കുറ്റി ഇപ്പോൾ ഈ നോമ്പിന് മാത്രം കണ്ടുവരുന്നൊരു സാധനമാണ്. അതേപോലെ പാനൂസ്, അതേപോലെ അത്തരം സംഗതികൾ അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ മുത്തായക്കുറ്റി ഇപ്പോൾ നമ്മളെ പൊന്നാനി അങ്ങാടിയിലെ തന്നെ ജയം റോഡിലെ ചില കടകളിൽ ഈ വിൽപ്പനയ്ക്ക് വെക്കും ഈ സമയത്ത്. അത് അവരിതേപോലെ മുള പ്രത്യേകമായി മുറിച്ചുണ്ടാക്കി അത് പ്രത്യേക ദ്വാരമുണ്ടാക്കി അതിനെ ആ പരമ്പരാഗത രീതിയിൽ തന്നെ വിൽപ്പനയ്ക്ക് വെക്കുന്ന കടകളുണ്ട്. അതേപോലെ പാനൂസ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലേ, അപ്പോൾ 2-3 ആളുകൾ കോയുണ്ട്, പണ്ട് പോക്കരാക്കുണ്ടായിരുന്നു, മൂച്ചിക്കലെ കുറെ ആളുകൾക്ക് ഉള്ള സിദ്ധി ആയിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ അതിങ്ങനെ തുടർന്ന് വരുന്നുണ്ട് എന്നുള്ളതൊരു വലിയ സംഗതി കൂടിയാണ്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. മാത്രമല്ല ഇപ്പോൾ ഈ സ്വറ കമ്പനികൾ, ഇപ്പോൾ ഈ നമ്മുടെ രാത്രികാല മുത്തായ കമ്മിറ്റികൾ, അതൊക്കെ ഇപ്പോൾ വീണ്ടും എന്താ പറയുക, വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ സംഗതികൾ വീണ്ടും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടായ്മകളും ഒരുമിച്ചിരിക്കലുകളും ഈ നേരം പോക്കുകളും അതിനൊക്കെ ഒരു തനിമ കൈവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പുതിയ തലമുറനെ അവരിങ്ങനെ മൊബൈലിലാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ പോലും ഇവർ ഇത്തരം സാധനങ്ങളോട് ഇപ്പോൾ വീണ്ടും ഒരു താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. ഇത് മാത്രമേ ഈ പാനൂസ മുത്തായക്കുറ്റി അല്ലാതെ ഒരുപാട് ശീലങ്ങൾ, ഇപ്പോൾ ചക്കര പോല ബീഡി, അതുപോലെ തന്നെ നമ്മൾ കേട്ടില്ലാത്തൊരു സംഗതി, നമ്മൾ നവരാത്രി കാലത്ത് ചിരാതുകൾ കത്തിക്കുന്ന മാതിരി പൊന്നാനിയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, കീടം കത്തിക്കൽ. അതൊക്കെ ഒരു അത്ഭുതമാണ്, വേറെ എവിടെയും അത്തരത്തിൽ അങ്ങനെ കാണുന്നില്ല. എന്താണ് ഈ ചക്കരപ്പോല വീടിന്റെ പ്രത്യേകത? അവിടെയാണ് ഇപ്പം നമ്മൾ ഈ പല സംസ്കാരങ്ങളെയും സ്വീകരിക്കുന്ന ഒരു നാടാണ് പൊന്നാനി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ശിവരാത്രി സമയങ്ങളിൽ ചിരാത് കത്തിക്കുന്ന മാതൃകയിൽ ഉണ്ടായിരുന്ന കീടം കത്തിക്കൽ, അത് ഈ പറഞ്ഞ പോലെ നോമ്പിൻ്റെ രാത്രികളിൽ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയുടെ ഈ ഊറി വരുന്ന ഭാഗം വലിയ ടാങ്കിലാണ് വെളിച്ചെണ്ണ സൂക്ഷിക്കുക ഈ വിൽപ്പന കേന്ദ്രങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ. അപ്പോൾ ഈ നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കും. അപ്പോൾ വൃത്തിയാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഊറി വന്ന അതിൻ്റെ മാലിന്യം അവശിഷ്ടം ഇങ്ങനെ പതിഞ്ഞു കൂടിയിരിക്കുന്നുണ്ടാവും. അതിപ്പോൾ ഈ നോമ്പായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പോയി വാങ്ങി അതിങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ ചുരുട്ടി ഒരു ചിരാതിൻ്റെ മാതൃകയിലാക്കി അതിങ്ങനെ വീടിന് മുമ്പിൽ കത്തിച്ച് വെക്കുന്ന രീതിയാണ് ഈ കീടം കത്തിക്കൽ എന്നുള്ളത്. ശർക്കര പോലെ ബീഡി വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അവിടെ ഹൂക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ വേറൊരു സാധനമാണിത്. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഉള്ള സംഗതികളൊന്നല്ല. അതിൽ ഉപയോഗിക്കുന്നത് ശർക്കരയും
ഈ പുകയിലയുടെ തന്നെ ഏറ്റവും നല്ല ഭാഗമൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഈ അറബികൾ തുടർന്ന് വന്നിരുന്ന ഒരു ശീലം അത് ഇങ്ങോട്ടേക്ക് പറിച്ച് നടപ്പെടുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ പാനൂസ ഈ പാനൂസ എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അത് അവിടെ ഫാനൂസ് എന്നാണ് പറയുക. അതിപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ ഇപ്പം നമുക്കറിയാം നമ്മളിത് തുറമുഖ നഗരമായിരുന്നു. ഇപ്പം ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിയിരുന്നതിൻ്റെ ഭാഗമായിട്ടും അന്യദേശങ്ങളിൽ നിന്നുള്ള പല സംസ്കാരങ്ങളും ഇങ്ങോട്ടേക്ക് ഇപ്പം ഈ മുത്താഴക്കുറ്റി എന്നൊക്കെ പറയുന്ന സാധനവും ഈ എന്താ പറയുക മറ്റേ ഒരു യുദ്ധ രംഗത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കിയുടെ ഒരു മിനിയേച്ചറാണ്. പീരങ്കിയുടെ ഒരു മിനിയേച്ചർ എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഓരോന്നും ആ തരത്തിൽ നമ്മുടെ നാട് ഇങ്ങനെ മറ്റുള്ള നാടുകളെ സ്വീകരിച്ചിരുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ശരിക്കും ഈ തരത്തിലുള്ള വൈവിധ്യങ്ങൾ. ഞാൻ ആലോചിക്കുമ്പോൾ വരുന്നത് ഇപ്പം നമ്മളെ കൂട്ടുകുടുംബം സമ്പ്രദായം, മരുമക്കത്തായ സമ്പ്രദായം, ഇത് നമ്മളെ പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നിലനിൽക്കുന്ന പ്രദേശമാണ് ചാലിയം, കോഴിക്കോട്, കൊയിലാണ്ടി, തലശ്ശേരി, കണ്ണൂർ സിറ്റി. പക്ഷെ അവിടെ ഒന്നും തന്നെ ഈ പാനൂസ ഇല്ല, മുത്തായക്കുറ്റി ഇല്ല. അപ്പോൾ അത് ഇങ്ങനെ ചില പ്രത്യേക സംഗതികൾ പൊന്നാനിയിൽ മാത്രം വരുന്നതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഈജിപ്ഷ്യൻ ബന്ധം എങ്ങനെയാണ്? അല്ല, അതിപ്പോ ബന്ധം എങ്ങനെയാണ് നമുക്ക് പറയാം? ആളുകൾ പെട്ടെന്ന് അന്തപ്പെടും. 500-600 കൊല്ലം മുമ്പ് പൊന്നാനി ഈജിപ്ത് അങ്ങനെ ഉണ്ടോ? ഇതുമായി ഗവേഷണം നടത്തിയ ആളുകൾ ഇപ്പോൾ ഷബീൻ മഹബൂബ, അദ്ദേഹത്തെ പോലെ ഷബീൻ മഹബൂബിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇത് ഈജിപ്തിൽ നിന്ന് വന്നു തന്നെയാണെന്നാണ്. ഇപ്പൊ ഈ ഫാനൂസ്, നമ്മൾ പാനൂസ എന്ന് പറയുന്ന സാധനത്തിന് അവിടെ ഫാനൂസ് എന്നാണ് പറയാറ്. അപ്പൊ അതേപോലെ തന്നെ ഈ മുത്താഴക്കുറ്റി, അതേപോലെ ഈ അത്താഴം അറിയിപ്പ് സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമായിരുന്നു. ഈ അത്താഴത്തിന്റെ സമയമായി കഴിഞ്ഞാൽ വീടുകളിൽ പോയിട്ട് പാട്ടുപാടി ഈ പ്രവാചക പ്രകീർത്തനങ്ങളൊക്കെ ചൊല്ലി വീട്ടിൽ മുട്ടിയിട്ട് സമയമായിട്ടുണ്ട് എന്നറിയിക്കുന്ന ഈ രീതിയൊക്കെ ഈജിപ്തിൽ നിന്ന് വന്നതാന്ന് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഖ്ദൂമും സാമൂതിരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ, പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായിട്ട് അപ്പോൾ സാമൂതിരിയെ സഹായിക്കാൻ ഈജിപ്തിൽ നിന്നുള്ള പട്ടാളത്തെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മളെ മിസ്രിപ്പള്ളി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായൊരു സംഗതിയാണ്. മിസ്രിൽ നിന്ന് വന്ന പട്ടാളത്തിന് താമസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ് നമ്മുടെ വലിയ പള്ളിയോട് ചേർന്നിട്ടുള്ള മിസ്രിപ്പള്ളി. അപ്പോൾ ആ ഒരു കണക്ഷൻ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഈജിപ്തിൽ നിന്നുള്ള ഇത്തരം വൈവിധ്യങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരാനുണ്ടായ. എനിക്ക് ഇതിൽ കാണുന്ന ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ ആളുകൾ, പണ്ടത്തെ ആളുകൾ കൊണ്ടുപോയി നടക്കുന്ന കാര്യങ്ങൾ ഈ വാനൂസായാലും മുത്താക്കുറ്റിയാലും മറ്റൊക്കെ ആണെങ്കിലും, പക്ഷെ അതിന്റെ വേര് ചെന്നെത്തുമ്പോൾ പുതിയ തലമുറക്ക് ഒരു വലിയ കൗതുകം ഉണ്ടാവണം. 600 കൊല്ലം മുമ്പ് പൊന്നാനിയിൽ ഈജിപ്തിൽ നിന്നുള്ള സൈന്യം വന്ന് തമ്പടിച്ചു, അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി. അപ്പൊ ആ ഒരു ബന്ധത്തിലുള്ള ഒരുപാട് സംസ്കാരം നമ്മുടെ പൊന്നാനി പോലുള്ള പ്രദേശത്ത് വരുന്നു എന്നുള്ളത് വലിയൊരു അറിവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നിസ്സാരമായി തള്ളുന്ന കാര്യമല്ല. ഈ വാനൂസന്റെ ഒക്കെ ഇതിനെ ചരിത്രം, അതിനെപ്പറ്റി ഗവേഷണം നടത്തിയ ആളുകൾ, ഇപ്പം ഷബീൻ മഹബൂബ് തന്നെ ജപ്പാനിലെ സർവകലാശാലയിൽ പോയിട്ട് ഈ പാനൂസിനെ പറ്റി പ്രബന്ധം എഴുതി. നമ്മൾ നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ കുറെ ആളുകളുടെ ഈ പഴമ കൊണ്ടടക്കുന്ന കുറെ ഭ്രാന്തന്മാരുടെ സംഗതിയായിട്ട് തള്ളിക്കളയുമ്പോഴും അതിന് ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ബന്ധങ്ങൾ അക്കാല 600 കൊല്ലം മുമ്പ് 500 കൊല്ലം മുമ്പ് മഖ്ദൂമിന്റെ കാലത്ത് തന്നെ ഇന്ത്യ ഇത്രയും പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം ഇത്രയും കോസ്മോപൊളിറ്റൻ ഒരു നാച്ചുറൽ, അത്തരം അറിവുകൾ പുതിയ തലമുറക്ക് കൊടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ആ പുസ്തകത്തിൽ തന്നെ ഇപ്പൊ ഫാനൂസയെ കുറിച്ച് ഒരു അധ്യായം തന്നെ ഉണ്ട്. ഇപ്പൊ ഈ നവൈത്തു എന്നുള്ള പുസ്തകത്തിൽ റഫീഖ് എഴുതിയ ലേഖനത്തിൽ അതിൽ കൃത്യമായിട്ട് ഇതിന്റെ പേര് കൃത്യമായി പറഞ്ഞു. ഹലോ, എത്ര നാളൊക്കെ കാണുന്നത്? സന്തോഷം, കണ്ടത് നന്നായി. ഞാൻ ദുബായിലേക്ക് പോവാണ്, പക്ഷേ ടിക്കറ്റ് ഫെയർ എല്ലാം ഭയങ്കര കൂടുതലാണ്. അതിനെന്താ ടോപ് 10 ട്രാവലിന്റെ പൊന്നാനിയിൽ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ കൂട്ടായ്മയായി ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനി. ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറവിൽ സ്വാഗതം. ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ആധികാരികമായിട്ട് ഇതാണ്. ഇപ്പോൾ നമ്മൾ കേവലമായിട്ട് ഒരു നോമ്പിൻ്റെ സമയത്ത് ഒരു നേരം പോക്ക് എന്നതിനപ്പുറത്ത് ഇതിനൊക്കെ വലിയ തോതിലുള്ള ഒരു ചരിത്രവും അതേപോലെ സംസ്കാരവും അതേപോലെ നമ്മൾ ഈ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു വലിയ ഒരു പരിസരവും ക്യാൻവാസും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ ഈ മിസ്രിപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം, അത് സാറ് പറഞ്ഞ പോലെ വലിയ ഒരു അതിശയം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. മിസ്രിൽ നിന്നുള്ള പട്ടാളം വന്ന് പൊന്നാനിയിൽ തമ്പടിക്കുക, താമസിക്കുക. അത് എപ്പോഴാണ് ചർച്ച ചെയ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി പൊളിക്കാൻ പോകുന്ന വിഷയമുണ്ടായി. അത് പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വന്നു. അത് ആ സാധനം ഈജിപ്തിലെയും അതേപോലെ അന്യ രാജ്യങ്ങളിലേക്ക് പത്രങ്ങൾ വലിയ വാർത്തയായിരുന്നു എന്നുള്ളതാണ്. നമുക്കതൊരു ഇപ്പം നമ്മുടെ മുറ്റത്തുള്ള ഒരു സംഗതി എന്നുള്ള നിലയ്ക്ക് നമ്മളത് ചർച്ച ചെയ്യപ്പെടാതെ പോകുമ്പോൾ തന്നെ ഇത് വലിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സാധനം. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഖ്ദൂം കാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ സകലതും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന
ഒരു കാലത്തിന് അനിവാര്യത കൂടിയാണത്. പലപ്പോഴും നമ്മളിങ്ങനെ എതിർക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഒന്നുകിൽ അന്ധവിശ്വാസം അല്ലെങ്കിൽ അനാചാരം, അനിസ്ലാമികം എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നത്, കണ്ണടച്ച് എതിർക്കുക. പക്ഷേ അതിനകത്തുള്ള ചരിത്രം, സംസ്കാരം, ഈ സംഗതികളെക്കുറിച്ചുള്ള ഒരു വീണ്ടെടുപ്പിൻ്റെ അനിവാര്യമായിട്ടുള്ള സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ പാനൂസ് എന്നൊക്കെ നഗരസഭ നടത്തുന്ന പരിപാടിയൊക്കെ വീണ്ടും കൊണ്ടുവരുമ്പോഴൊക്കെ വലിയ വിമർശനം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കുഴിച്ചു മൂടിയ കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നല്ല, കുഴിച്ചു മൂടേണ്ടതല്ല, മറിച്ച് വീണ്ടെടുക്കേണ്ടതാണെന്നുള്ള സന്ദേശം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതെ. അല്ല, ആ തരത്തിൽ അപ്പോൾ അത് ഏത് തരത്തിൽ അതിൻ്റെ ഒരു ഘട്ടം എന്ന നിലക്ക്, ഒരു സർഗാത്മക സൃഷ്ടി എന്നുള്ള നിലക്ക് നമുക്ക് വേണമെങ്കിൽ നവൈത്തുവിനെ കാണാം. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിയം രൂപപ്പെടണം. ഈ ഏറ്റവും ചുരുങ്ങിയത് ഈ റമദാനിലെങ്കിലും നമ്മുടെ ഈ പൈതൃകങ്ങൾ, എന്താണ് പാനൂസ്, അതിൻ്റെ ചരിത്ര പ്രാധാന്യം, അതിൻ്റെ വേരുകൾ, അങ്ങനെ ഓരോന്നിടത്തും. ഈ മുത്തായക്കുറ്റി നമ്മളുടെ മുള കൊണ്ട് ഉണ്ടാക്കി കയറുകൊണ്ട് ഇതേമാതിരി തന്നെയാണോ ഈജിപ്തിൽ നിന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെറൈറ്റി അവിടെ ലഭ്യമായ പ്രാദേശികമായി ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അതൊക്കെ ഒരു നമ്മളെ ആളുകൾ നമ്മളെ ടെക്നോളജിക്ക് ലഭ്യതക്കനുസരിച്ച്, സാധനങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് അതിനെ മാറ്റിയെടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ. അതൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ മുത്തായക്കുറ്റി വരുന്നത് പീരങ്കി, അധിനിവേശം, പോരാട്ടം, ഈ ഒരു സാധനമൊക്കെ ഇതിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതിന് ഒരു ഗവേഷണാത്മകമായി എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു വേറെ തലം നമുക്ക്. ഇത് കേവലമായിട്ടൊരു ആസ്വാദനം, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിനപ്പുറത്ത് ഇതിന് ആ തരത്തിലൊരു പ്രാധാന്യം ഉണ്ടെന്ന് അറിയുന്നത് അപ്പോഴായിരിക്കും. ശരിക്കും ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ ക്രിസ്മസ് സ്റ്റാറുകൾ വരുന്ന മാതിരി വരേണ്ട പൊന്നാനിയെ സംബന്ധിച്ചോളം ഈ പാനൂസാണുള്ള എല്ലാ വീടുകളിലും നോമ്പ് കാലത്ത് സ്ഥാപനങ്ങളിലും എന്താ പറയുക, അത് ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചാരം കൊണ്ടുവരേണ്ടതാണ്. കൺക്ലൂഡിങ് ആയിട്ട് അല്ല വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരം വീണ്ടെടുപ്പുകൾ അനിവാര്യമാകുന്ന ഒരു കാലം കൂടിയാണ്. ആ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈജിപ്ത് എന്ന് പറയുന്ന ഒരു ദേശവുമായി നമ്മുടെ നാടിനുണ്ടായിരുന്ന ബന്ധം, അതിനകത്ത് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ. അതെ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ അതിർത്തികൾക്ക് അപ്പുറത്തുള്ളവർ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നാട് രൂപപ്പെട്ടത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നൊരു വലിയ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. പലപ്പോഴും പുതിയ തലമുറക്ക് അറിയാതെ പോകുന്നൊരു സാധനം കൂടിയാണിത്. നമ്മളിതൊക്കെ സ്വീകരിച്ചിരുന്നുള്ളതാണ്. ഇപ്പോൾ ഫാനൂസ് അത് നമ്മൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതേപോലെ മുത്താഴക്കുറ്റി നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്വീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ മഖ്ദൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേവലമായിട്ടൊരു ആധ്യാത്മിക നേതാവ് എന്നതിനപ്പുറത്ത് സാമൂതിരിയുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ അതിൽ ഏറ്റവും അത്ഭുതകരമായൊരു സാധനം സാമൂതിരി, ഇപ്പോൾ തലി ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്ന 2 ഹിന്ദുക്കൾക്ക് അപ്പുറത്തുള്ളവർ എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് നമ്മളെ മഖ്ദൂമായിരുന്നു, മറ്റ് ശാബന്തർ കോയായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണൽ ഹാർമണി ഇത് വീണ്ടും വായിക്കപ്പെടേണ്ട ഒരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ, നോമ്പ് കാലത്തെ ഈ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. അത് പുതിയ തലമുറക്ക് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അത് ഈ തരത്തിൽ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. വീണ്ടും എനിക്ക് തോന്നുന്നത് വീണ്ടും നവൈത്ത് വായിക്കപ്പെടണം, മഖ്ദൂം വായിക്കപ്പെടണം, പൊന്നാനിയുടെ പഴയ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും വായിക്കപ്പെടണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ ക്യാൻവാസ് ഉണ്ടെന്നുള്ളതാണ്, അല്ലേ? ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ നമ്മൾ കാണുന്ന കാഴ്ചക്കപ്പുറത്ത് ഒരു വലിയ ക്യാൻവാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.